അത് ബ്ലാക്ക് കോഫിയാ, ചുമ്മാ കുപ്പിയിൽ ഒഴിച്ച് വെച്ചെന്നേയുള്ളൂ. പാർവണ അവനെ വീണ്ടും തുറച്ചു നോക്കി. ആദ്യ ചെറു ചിരിയോടെ ബെഡിൽ കയറി കിടന്നു. ഇങ്ങ് വാ, വന്ന് കിടക്ക്, സമയം ഒരുപാടായി. പാർവണ മുഖം വീർപ്പിച്ച് അങ്ങനെ നിന്നേയുള്ളൂ. ഇങ്ങ് വാ കൊച്ചേ, ഇനി ഞാൻ എടുത്തു കിടത്തണോ? ആദി എഴുന്നേറ്റിരുന്നതും അവൾ വേഗം ബെഡിൻ്റെ ഒരു സൈഡിലായി വന്നിരുന്നു. അവൻ അങ്ങനെ തന്നെ ഇരുന്നിട്ട് അവളെ ചേർത്ത് പിടിച്ച് തൻ്റെ നെഞ്ചിലേക്ക് ചായച്ചു കിടത്തി. മൂർധാവിൽ ചുംബിച്ചു. പേടിച്ചു പോയോ? അവൻ മൃദുവായി ചോദിച്ചു. അവൾ പെട്ടെന്ന് അവനെ ഇറുകി പിടിച്ചു. ഷർട്ട് നനഞ്ഞതിൽ നിന്ന് അവൾ കരയുകയാണെന്ന് അവന് മനസ്സിലായി. അവൻ അവളുടെ മുഖമുയർത്താൻ ശ്രമിച്ചു. പാർവണ പ്ലീസ്, ഞാൻ വെറുതെ ഒരു തമാശയ്ക്ക്. ഒരു പൊട്ടിക്കരച്ചിലായിരുന്നു അതിനുള്ള മറുപടി. ആദി പരിഭ്രമിച്ചു പോയി. അവന് കുറ്റബോധം തോന്നി. അവൻ ബലം പിടിച്ച് അവളുടെ മുഖമുയർത്തി. ആ നനഞ്ഞ കൺപീലുകളിൽ ഗാഢമായി ഉമ്മ വെച്ചു. സോറി വാവേ, ഇനി ആവർത്തിക്കില്ല. ഞാൻ നിന്നെയൊന്ന് ചിരിപ്പിക്കണമെന്ന് മാത്രമേ ഉദ്ദേശിച്ചുള്ളൂ. ഇങ്ങനെ കരയല്ലേ പ്ലീസ്. അവൻ വീണ്ടും അവളുടെ മുടിയിലും കവിളിലും തഴുകി. മുഖം ചുംബനങ്ങൾ കൊണ്ട് പൊതിഞ്ഞു. അവൻ്റെ ലാളനകളിൽ അവളുടെ ശരീരം വിറയായിരുന്നു. സ്വയം അറിയാതെ അവൾ അവനെ ഇറുകെ പിടിച്ചു. ദേഷ്യമുണ്ടോ എന്നോട്? കാതരമായിരുന്ന സ്വരം. ഇല്ലെന്നവൾ ശിരസനക്കി. സോറി, അവൻ വീണ്ടും പറഞ്ഞു. പിന്നെ അവളെ ബെഡിലേക്ക് ചായച്ചു കിടത്തി. അവനും കിടന്നു. 1-2 നിമിഷത്തിന് ശേഷം അവൻ പെട്ടെന്ന് അസ്വസ്ഥതയോടെ എഴുന്നേറ്റിരുന്നു. എന്താ സാർ, എന്തു പറ്റി? പാർവണയും പെട്ടെന്ന് പിടഞ്ഞെഴുന്നേറ്റു. അതേ പാറക്കുട്ടി, എനിക്ക് രാത്രിയിൽ ഇങ്ങനെ ഷർട്ടിട്ട് കിടന്ന ശീലമില്ല. ഞാനത് ഒരുക്കോട്ടെ, ഇഫ് യു ഡോണ്ട് മൈൻഡ്. കുട്ടികളെ പോലെയുള്ള അവൻ്റെ ചോദ്യം കേട്ട് പാർവണയ്ക്ക് നാണവും ചിരിയും ഒരുപോലെ വന്നു. പ്ലീസ് പാർവണ. അവൾ അതേ ചിരിയോട് തലയാട്ടി. അവൻ പെട്ടെന്ന് ഷർട്ടിൻ്റെ ബട്ടൺസുകൾ വേർപ്പെടുത്തി തലവഴി അത് വലിച്ചൂരി ബെഡിൻ്റെ ഒരറ്റത്തേക്ക് ഇട്ടു. അവനെ അങ്ങനെ കണ്ടപ്പോൾ അവൾക്ക് ലജ്ജ തോന്നി. അവൻ പക്ഷെ ക്ഷീണത്തോടെ കോട്ടുവായിട്ട് അവളെ നോക്കി. ഉറക്കം വരുന്നു, അപ്പോൾ ഗുഡ് നൈറ്റ്. തന്നെ നോക്കാതെ കിടക്കയിൽ കമിഴ്ന്ന് കിടന്നുറങ്ങുന്ന അവനെ പാർവണ പരിഭവത്തോടെ നോക്കി. എന്തൊരു സാധനമായത്! ആദ്യരാത്രിയാണത്രേ. ഒരു പെണ്ണരയിൽ ഇരുന്നിട്ട് മൈൻഡ് ചെയ്യാതെ കൂർക്കം വലിച്ച് കിടന്നുറങ്ങുന്നത് കണ്ടില്ലേ? ഇങ്ങേർക്ക് എന്നെ ഒന്ന് ചേർത്ത് പിടിച്ചാലെന്താ? ഷോ, ഞാനാണല്ലോ ആവശ്യമില്ലാത്ത ഓരോ ചിന്തിച്ചും പോയി. വീർത്ത മുഖത്തോടെ അവൾ അവൻ്റെ അടുത്തായി അല്പനേരം എന്തൊക്കെയോ ആലോചിച്ചിരുന്നു. പിന്നെ പതിയെ കൈ നീട്ടി ടേബിൾ ലാമ്പ് ഓഫ് ചെയ്തു. മുറി ഇപ്പോൾ നേരിയൊരു വെളിച്ചം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പെട്ടെന്നാണ് ആദി നേരെ കിടന്നത്. തന്നെ തന്നെ നോക്കിക്കിടക്കുന്ന അവളെ കണ്ടപ്പോൾ അവനിലൊരു പുഞ്ചിരി വിടർന്നു. അവൻ നോക്കുന്നത് കണ്ടപ്പോൾ അവൾ പരിഭ്രമത്തോടെ നോട്ടം മാറ്റി. ആദി വേഗം തന്നെ അവളെ വലിച്ച് തൻ്റെ നെഞ്ചിലേക്കിട്ടു. ആരാടി കൂർക്കം വലിച്ചത്? പറഞ്ഞത് അവൻ പെട്ടെന്ന് കേട്ടെന്ന് മനസ്സിലായപ്പോൾ അവൾ ചമ്മലോടെ കണ്ണുകൾ ഇറുക്കി അടച്ചു. ഉറങ്ങിക്കോ, ഗുഡ് നൈറ്റ്. അവൻ തൻ്റെ നെഞ്ചിൽ മുഖമർത്തി കിടക്കുന്ന പെണ്ണിനെ കാതോരം ഒഴിഞ്ഞു. പുറത്ത് മഴ പെയ്യുന്നുണ്ടായിരുന്നു. ആദ്യം ഉറങ്ങിപ്പോയത്. അവൾ അവൻ്റെ കൈകളിൽ നിർവൃത്തിയോടെ അങ്ങനെ കിടന്നു. ജീവിതത്തിൽ ആദ്യമായി പാർവണയ്ക്ക് ഒരുപാട് സുരക്ഷിതബോധം തോന്നി. ദൈവമേ, ഈ താലി എന്നും എന്നെ നെഞ്ചോട് ചേർന്നുണ്ടാകണേ. ആ കണ്ണുകൾ നിറഞ്ഞു. അവൻ ഉറക്കത്തിലൊന്ന് കുറുകി. അബോധത്തിലും അവളെ ഒന്നും കൂടി പുണർന്നു. അവളുടെ ചൊടികളിൽ നാണം കലർന്നൊരു പുഞ്ചിരി വിരിഞ്ഞു. ആ തണുപ്പിലും കുളിരിലും തൻ്റെ എല്ലാമായവൻ നെഞ്ചിൽ കിടന്ന് അവൾ സുഖസുഷ്ടിയിലേക്ക് ആണ്ടുപോയി. രാവിലെ പാർവണ ഉണരുമ്പോൾ ആദ്യ കൂടെയില്ലായിരുന്നു. അവൾ പെട്ടെന്ന് സ്ഥലകാലബോധമില്ലാതെ അമ്പരന്ന് ചുറ്റും നോക്കി. പതിയെ ഇന്നലെ നടന്ന കാര്യങ്ങൾ ഓരോന്നായി മനസ്സിൽ തെളിഞ്ഞതും അവളുടെ ചുണ്ടിൽ നാണത്തിൻ്റെ ഒരു പുഞ്ചിരി വിടർന്നു. ആളെവിടെ പോയോ ആവോ? പെട്ടെന്നാണ് അവൾ ചുമരിൽ ക്ലോക്കിലേക്ക് നോക്കിയത്. ദൈവമേ, മണി 8. ഞാൻ ഇത്രയും നേരം കിടന്നുറങ്ങിയോ? ഇവിടെയുള്ളവർ എന്ത് വിചാരിക്കുമോ ആവോ? അപ്പോഴാണ് ആദ്യം അങ്ങോട്ട് വന്നത്. ജീൻസിൻ്റെ ഒപ്പം ഒരു സ്ലീവ്ലെസ് ബ്ലാക്ക് ടീഷർട്ടാണ് ധരിച്ചിരുന്നത്. അവൻ്റെ സമൃദ്ധമായ മുടി നെറ്റിലേക്ക് വീണ് കിടന്നിരുന്നു. അവനെ കണ്ടതും പാർവണ പിടഞ്ഞെഴുന്നേറ്റു. അവൻ്റെ കയ്യിലൊരു കപ്പ് കോഫി ഉണ്ടായിരുന്നു. ഇയാൾ എന്തിനാ എന്നെ കാണുമ്പോഴേക്കും ഇങ്ങനെ ചാടി എഴുന്നേൽക്കുന്നത്? ഞാനെന്താ വന്യമൃഗം വല്ലതുമാണോ? പാർവണ ഒന്നും പറയാതെ മുഖം കുരിച്ചു നിന്നു. താ കോഫി കുടിക്ക്. സോറി, അവൾ പതിയെ പറഞ്ഞു. എന്തിന്? അല്ല, ഇതൊക്കെ ഞാനല്ലേ ചെയ്യേണ്ടത്? അങ്ങനെ ആര് പറഞ്ഞു? കോഫി കൊണ്ടുവരാനാണോ ഞാൻ നിന്നെ കെട്ടിയത്? ആദ്യം ചിരിച്ചു. അതല്ല ഞാൻ. ഏതല്ല? നീ ആ കോഫി കുടിക്കുക പെണ്ണേ. ഞാൻ എഴുന്നേറ്റതേയുള്ളൂ, ഫ്രഷായിട്ട് കുടിച്ചോളാം. സാറിന് കോഫി വേണ്ടേ? ഞാൻ കുടിച്ചു. എന്നിട്ടാ നിനക്ക് കൊണ്ടുവന്നത്. എഴുന്നേറ്റപ്പോൾ എന്നെ ഒന്ന് വിളിച്ചിടായിരുന്നു സാറിന്. മറ്റുള്ളവർ എന്ത് കരുതും? നോക്കൂ പാർവണ, മറ്റുള്ളവരെ ബോധിപ്പിക്കാൻ വേണ്ടിയല്ല നമ്മൾ ജീവിക്കേണ്ടത്. നമ്മുടെ ജീവിതം നമ്മുടെ സൗകര്യമാണ്. ഇങ്ങനെ എല്ലാവരെയും പേടിക്കാൻ പോയാൽ അതിന് സമയം കാണൂ. ഞാൻ പറഞ്ഞത് മനസ്സിലാകുന്നുണ്ടോ നിനക്ക്? പാർവണ മെല്ലെ തലകുലുക്കി. എന്നാലും വല്യമ്മയും ഷികയും മുത്തശ്ശിയും ഒക്കെ എന്തു വിചാരിക്കുമെന്ന് ഓർക്കുമ്പോൾ. എന്തു വിചാരിക്കാനാ? രാത്രി മുഴുവനും ഞാൻ നിന്നെ ഉറക്കില്ലെന്ന് വിചാരിക്കും. ആദി കണ്ണിറുക്കി. പാർവണയുടെ മുഖം പെട്ടെന്ന് തൊടുത്തു. അവൻ പതിയെ അടുത്ത് ചെന്ന് അവളുടെ ഇരുത്തുള്ളിലും കൈവച്ചു. നാണം വരുമ്പോൾ ഈ പെണ്ണിനെ കാണാൻ എന്ത് ഭംഗിയാണെന്നറിയോ?
അവൻ പതിയെ അവളുടെ നെറ്റിയിൽ ചുംബിച്ചു. പിന്നെ ആ ചുണ്ടുകൾ അവളുടെ കൺപീലികളിൽ തങ്ങി നിന്നു. പതിയെ അവളുടെ മുടിയിഴകൾ മാടിയൊതുക്കി അവളെ മെല്ലെ പുണർന്നു. പിൻകഴുത്തിൽ അവനെ ചുണ്ടുകൾ സ്പർശിച്ചപ്പോൾ അവളുടെ ദേഹം വെട്ടിവിറച്ചു. ആ വിറയിലറിഞ്ഞെന്ന പോലെ അവനൊന്നുകൂടി അവളെ ശക്തിയായി പുണർന്നു. അവളാകട്ടെ പൂർണ്ണമായും അവന് വിധേയായി നിന്നു. കുറച്ചു നേരത്തിന് ശേഷം അവൻ അവളെ സ്വതന്ത്രയാക്കി. ഒരു കൈ കൊണ്ട് അവളെ നെഞ്ചോട് അടുക്കി പിടിച്ച് നെറ്റിയിലൂടെയും ചുവന്നു തൊടുത്ത അധരങ്ങളിലൂടെയും വിരലുകൾ ഒടിച്ചു. അവളുടെ ദേഹത്തിലെ പിടിച്ചിൽ കണ്ട് അവനൊന്ന് പുഞ്ചിരിച്ചു. എൻ്റെ പെണ്ണെ, നിന്നെയൊന്ന് മെരുക്കിയെടുക്കാൻ ഞാൻ കുറേ കഷ്ടപ്പെടേണ്ടി വരുമല്ലോ. ഇങ്ങനെയുണ്ടോ ഒരു പേടി? എനിക്ക് പേടിയൊന്നുമില്ല, പാർവണ നേർത്ത സ്വരത്തിൽ പറഞ്ഞു. ഉവ്വ്, അത് ഞാൻ ഇന്നലെ കണ്ടതാ. അവനവളെ തനിക്ക് നേരെ തിരിച്ചു നിർത്തി മൃദുവായി കണ്ണുകളിൽ വീണ്ടും ഉമ്മ വെച്ചു. പേടിക്കണ്ട കേട്ടോ, ഈ പെണ്ണിന് സമ്മതമില്ലാതെ ഞാനൊന്നും ചെയ്യില്ല. ഇന്ന് നീ പൂർണ്ണ സമ്മതത്തോടെ എൻ്റേതാവുന്നോ അന്നേ ഞാൻ നിന്നെ സ്വന്തമാക്കൂ. പാർവണയുടെ മുഖം കുനിഞ്ഞു. അതിന് താൻ എങ്ങനെയാണ് ഇദ്ദേഹത്തോട് സമ്മതം പറയുക? സങ്കോചം കൊണ്ട് പലപ്പോഴും ആ മുഖത്തേക്ക് നോക്കാൻ പറ്റുന്നില്ല. പിന്നെയല്ലേ ഇങ്ങനൊരു കാര്യത്തിന് സമ്മതം പറയുന്നത്? എന്താ എൻ്റെ പാറുക്കുട്ടി ഇങ്ങനെ ആലോചിച്ചു കൂട്ടുന്നത്? ആദിയുടെ ചോദ്യം കേട്ട് പാർവണ ഒന്നുമില്ലെന്ന് തല കുലുക്കി. നീ ഒരിക്കലും എൻ്റെ മുഖത്ത് നോക്കി സമ്മതം പറയില്ലെന്ന് എനിക്കറിയാം പെണ്ണെ. അതൊക്കെ നിന്റെ മുഖഭാവത്തിൽ നിന്ന് ഞാൻ വായിച്ചെടുത്തോളാം. ഇനി അതോർത്ത് ഈ കുട്ടിത്തലയിൽ ടെൻഷൻ കയറണ്ട. പാർവണ അത്ഭുതത്തോടെ ആദ്യം നോക്കി. താൻ മനസ്സിൽ വിചാരിക്കുന്നതെല്ലാം എങ്ങനെയാണ് ആൾ മനസ്സിലാക്കിയെടുക്കുന്നത്? അവൻ അവളുടെ മുടിയിൽ അരുമയായി തഴുകി. കുളിച്ച് ഫ്രഷായിട്ട് വാ, നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. എൻ്റെ ജോഗിങ് ഒക്കെ കഴിഞ്ഞു, ഇനി കുളിച്ചാൽ മതി. അവൻ ചിരിയോടെ അവളുടെ കവിളിൽ തട്ടിയിട്ട് പിന്തിരിഞ്ഞു. പാർവണ ഒരു നിമിഷം നിർവൃതിയോടെ ആ പോക്ക് നോക്കി നിന്നു. കുളിച്ചു കഴിഞ്ഞ് അവളുടെ ചുവന്ന കരയുള്ള മുണ്ടും നേരിയതുമാണ് ഉടുത്തത്. സമൃദ്ധമായ നിതംബം വരെ എത്തുന്ന മുടി വെറുതെ കുളിപ്പിനിലിട്ടു. കൺമഷി ഉപയോഗിച്ച് കണ്ണെഴുതി. ഒരു ചുവന്ന സ്റ്റിക്കർ പൊട്ടെടുത്ത് നെറ്റിയിലൊട്ടിച്ചു. അതിന് മുകളിൽ ചെറുതായി ചന്ദനക്കുറി തൊട്ടു. ഡൈനിങ് ഹാളിലേക്ക് ചെന്നതും കുറച്ചൊരു സങ്കോചത്തോടെ നിന്നുപോയി. കാരണം ആദിയുടെ കുറച്ച് ബന്ധുക്കളും അവിടെ ഭക്ഷണം കഴിക്കാൻ ഇരിക്കുന്നുണ്ടായിരുന്നു. സെർവൻസ് ഫുഡെല്ലാം എടുത്തു വെച്ചിരുന്നു. ആദിയും ഷികയും കൂടി എന്തോ പറഞ്ഞിരിക്കുന്നുണ്ട്. ഗോവിന്ദരാജവർമ്മയും ആദിയുടെ മുത്തശ്ശി ഇന്ദിരാവർമ്മയും അവൻ്റെ വല്യമ്മ ശ്രീദേവിയും അവൻ്റെ അമ്മാവന്മാരും അമ്മായിമാരുമൊക്കെ അവിടെ സന്നിഹിതരായിരുന്നു. കൂട്ടത്തിൽ പ്രമീള തങ്കച്ചി അവൾ തിരിച്ചറിഞ്ഞു. അവരുടെ അടുത്തിരിക്കുന്ന വെളുത്തു കൊലുന്നനെയുള്ള സുന്ദരി അവളുടെ മകളായിരിക്കണം. എല്ലാ സ്ത്രീകളും സർവാഭരണ വിഭൂഷിതരാണ്. തിളങ്ങുന്ന പട്ടുസാരികൾ. പാർവണ എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുമ്പോൾ ആദ്യം അവിടെ ഇരുന്ന് അവളെ വിളിച്ചു. ഏയ് തമ്പുരാട്ടിക്കുട്ടി, ഇങ്ങോട്ട് വാ, ഇവിടെ ഇരിക്കുക. അവൾ മടിച്ചു അടുത്തേക്ക് ചെന്നതും അവൻ അവളെ തനിക്കരിയിൽ പിടിച്ചിരുത്തി. പ്ലേറ്റ് വെച്ച് ഭക്ഷണം വിളമ്പി കൊടുത്തു. അവൻ ഷികയുടെ പ്ലേറ്റിലേക്ക് ഫുഡ് എടുത്ത് വെച്ചു. തന്നെ കണ്ടപ്പോൾ തന്നെ ഷികയുടെയും ഇന്ദിരയുടെയും അവിടെ ഇരിക്കുന്ന ഭൂരിഭാഗം പേരുടെയും മുഖം മാറുന്നത് പാർവണ ശ്രദ്ധിച്ചു. കുറച്ചു പേരുടെ മുഖത്ത് മാത്രമാണ് അവൾ സ്നേഹം കണ്ടത്. ഷിക പാർവണയെ തന്നെ നോക്കിയിരുന്നു. പിന്നെ ചോദിച്ചു, എന്താ ഏട്ടത്തി ഇത്? കുറച്ചുകൂടി വൃത്തിയുള്ളൊരു ഡ്രസ്സ് ധരിച്ചുകൂടെ? ഒരു സാരിയും വലിച്ചുറ്റി ഭസ്മക്കുറിയിട്ട് വന്നിരിക്കുന്നു. പാർവണ പെട്ടെന്ന് വല്ലാതെയായി. അവളുടെ മുഖം വിളറി. പിന്നെ കേട്ടത് ഇന്ദിരാവർമ്മയുടെ ശബ്ദമാണ്. ആദിക്കുണ്ടാകുന്ന നാണക്കേട് പോട്ടെ, അതിനി നാണം കെടാനൊന്നുമില്ലെന്ന് വയ്ക്കാം. കല്യാണത്തിന് ഒരുങ്ങി വന്ന കോലം കാണണം. അത്രയും ആഭരണങ്ങൾ എത്തിച്ചു കൊടുത്തിട്ട് ഒരു പിച്ചക്കാരിയെ പോലെ. പക്ഷെ തെരുവിലെ കൾച്ചർ ഈ വീട്ടിലെടുത്താൽ എന്താ സ്ഥിതി? കുടുംബത്തിൻ്റെ സ്റ്റാറ്റസ് നോക്കേണ്ടേ? പാർവണയുടെ കണ്ണുകൾ നിസ്സഹായതയിൽ നിറഞ്ഞു വന്നു. അവൾ ആഹാരത്തിൽ വെറുതെ വിരൽ വെച്ച് കുമ്പിട്ടിരുന്നു. പാർവയുടെ സങ്കടം കണ്ട് ശ്രീദേവി ഷികയെ നോക്കി. എന്താ പൊന്നു ഇത്? നിനക്ക് ഭക്ഷണം കഴിച്ചിട്ട് എഴുന്നേറ്റ് പോയാൽ പോരെ? വെറുതെ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കണോ? അതിന് ഞാനുള്ള കാര്യമല്ലേ പറഞ്ഞുള്ളൂ. ഇനി എൻ്റെ മേക്കിട്ട് കയറിക്കോ. നിനക്കെന്താ ശ്രീദേവി, ഞങ്ങളോട് വല്ല വിരോധവുമുണ്ടോ? അവൾ എന്തെങ്കിലും തെറ്റു പറഞ്ഞോ? ഉള്ള കാര്യമല്ലേ പറഞ്ഞത്. അല്ലെങ്കിലും നിനക്ക് ഞങ്ങളെയൊന്നും പിടിക്കില്ലല്ലോ. പിച്ചക്കാരികളെയും തെരുവുതണ്ടികളെയുമാണ് പണ്ട് മുതലേ ഇഷ്ടം. അത് ഞങ്ങളുടെ കുറ്റമല്ല. ഇന്ദിരാവർമ്മയുടെ ശബ്ദം കടുത്തിരുന്നു. ശ്രീദേവി നിസ്സഹായതയോടെ പാർവണയെ നോക്കി. പിന്നെ മുഖം കുനിച്ചു. എന്താ അമ്മ ഇത്? ഷിക പാർവണയോട് പറഞ്ഞത് ഒട്ടും ശരിയായ കാര്യമല്ല. കുട്ടിയെ തിരുത്തതിന് പകരം ശ്രീദേവിയുടെ മെക്കിട്ട് കയറുകയാണോ വേണ്ടത്? ഗോവിന്ദരാജവർമ്മ ഇന്ദിരയെ നോക്കി. എനിക്ക് ഷികയെ തിരുത്തേണ്ട കാര്യമുള്ളതായി തോന്നുന്നില്ല രാജ. അവൾ തെറ്റൊന്നും പറഞ്ഞില്ല. ഇന്ദിര എടുത്തടിച്ചതുപോലെ പറഞ്ഞു. പ്രേമിള തങ്കച്ചിയുടെയും മകളുടെയും മാത്രമല്ല, ആദിയുടെ അമ്മായിമാരുടെയും മുഖത്ത് പൂച്ചച്ചിരി വിരിഞ്ഞു. പാർവണ പതിയെ ഇപ്പുറത്തിരിക്കുന്ന ആദിയെ നോക്കി. അവൻ അവളെ നോക്കുന്നില്ലായിരുന്നു. മുഖം വല്ലാതെ മുറുകിയിട്ടുണ്ട്. ഞാൻ കാരണം ഇദ്ദേഹം നാണം കെടുകയാണല്ലോ ദൈവമേ. പക്ഷെ ഞാനെന്ത് തെറ്റാണ് ചെയ്തതെന്ന് മനസ്സിലാകുന്നില്ല. എന്നോട് ആൾക്ക് വെറുപ്പ് തോന്നുന്നുണ്ടാകുമോ? പാർവണ സങ്കടത്തോടെ അവനെ നോക്കി. അവൾക്ക് അവിടെ നിന്ന് ഓടിപ്പോകണമെന്ന് തോന്നി. പക്ഷെ സാധിക്കുന്നില്ല. ഏതോ കുരുക്കിട്ട് ബന്ധിച്ചിരിക്കുന്ന പോലെ. എന്നാലും പിച്ചക്കാരിയുടെ പോലെ ഒരു സാരി. വീണ്ടും ഷിക പാർവണയെ നോക്കി പൊട്ടിച്ചിരിച്ചു. ആദിയുടെ അമ്മായിമാരും പ്രമീള തങ്കച്ചിയും മകൾ ഹിമയും കൂടി ചേർന്ന് അതൊരു കൂട്ടച്ചിരിയാകാൻ അധിക സമയം വേണ്ടി വന്നില്ല. പാർവണ വേദനയോടെ തൻ്റെ കണ്ണുകൾ ഇറുക്കി അടച്ചു.
പെട്ടെന്ന് മേശയിലാരോ ആഞ്ഞടിക്കുന്നൊരു ശബ്ദം കേട്ടു. അവൾ ഞെട്ടി കണ്ണു തുറന്നു. തൻ്റെ ചുറ്റും ശബ്ദങ്ങൾ നിലയ്ക്കുന്നതും എല്ലാവരുടെയും കണ്ണുകൾ ആദിയിൽ കേന്ദ്രീകരിക്കുന്നതും അവൾ അറിഞ്ഞു. പക്ഷേ അവൻ്റെ കണ്ണുകൾ ഷികയിലായിരുന്നു. ആ സുന്ദരമായ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നിരുന്നു. ഇനഫ് ഷിക, ഇനി നീ ഒരു അക്ഷരം മിണ്ടിപ്പോകരുത്. ആദിയുടെ പരുഷസ്വരം കേട്ട ഷികയൊന്ന് ഞെട്ടി അവനെ നോക്കി. എന്ത് വൃത്തികേടാണ് നീ പാർവണ ഡ്രസ്സിൽ കണ്ടത്? അത് ഏട്ടാ ഞാൻ. പെട്ടെന്ന് മറുപടി കിട്ടാതെ പോലെ അവൾ വിക്കി. വൃത്തികേടാണെന്ന് നീയല്ലേ പറഞ്ഞത്? അപ്പോൾ അതെന്താണെന്ന് പറയേണ്ടത് നിന്റെ ബാധ്യതയാണ്. പെട്ടെന്ന് ഇന്ദിര എന്തോ പറയാൻ തുടങ്ങിയതും ആദി കൈയെടുത്ത് അവരെ വിലക്കി. മുത്തശ്ശിയോട് ഞാനൊന്നും ചോദിച്ചില്ല. ചോദിക്കുമ്പോൾ പറഞ്ഞാൽ മതി. മുത്തശ്ശിക്ക് അവസരമുണ്ട്. പറയ് ഷിക, ഇത്രയും പേരുടെ മുമ്പിൽ വെച്ച് നീ പാർവണയെ അപമാനിച്ചു. അതുകൊണ്ട് ഇത് പറയാതെ നിന്നെ ഞാൻ വിടില്ല. അതേട്ടാ, ആ സാരി ഒരുമാതിരി കൾച്ചർലെസ് ആയി തോന്നി. എന്ത് കൾച്ചർലെസ്? ആദിയുടെ കണ്ണൊരു രൂക്ഷമായി. എന്താ മോനെ ഇത്? അവൾ കുട്ടിയല്ലേ. അവൾ എന്തെങ്കിലും പറഞ്ഞു എന്ന് വെച്ച് ഇത്ര വലിയ കാര്യമാക്കാറുണ്ടോ? ഇന്നലെ വീണ്ടും ഇടപെട്ടു. കുട്ടിയോ? മുത്തശ്ശിക്ക് അങ്ങനെ തോന്നിയോ? ഒരു കുട്ടിയുടെ തമാശ കേട്ടാണോ നിങ്ങളെല്ലാവരും ഒരു പാവം പെൺകുട്ടിയെ പരിഹസിച്ചിരിച്ചത്? അതോ ഈ കുട്ടിക്ക് ഒരു ഉപദ്രവം ചെയ്യാത്ത സഹജീവികളെ മനഃപൂർവ്വം വേദനിപ്പിക്കുക എന്ന മാനസിക രോഗമുണ്ടോ? ഉണ്ടെങ്കിൽ എത്രയും വേഗം ഒരു സൈക്കാട്രിസ്റ്റിനെ കാണിക്കുകയാണ് വേണ്ടത്. ഇന്ദിരയ്ക്ക് പെട്ടെന്ന് എന്ത് പറയണമെന്നറിയാതെയായി. ആദിയുടെ മുമ്പിൽ എപ്പോഴും എന്നതുപോലെ അവരുടെ വായടഞ്ഞു പോയി. ഷിക വല്ലാത്തൊരവസ്ഥയിലായിരുന്നു. അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. ആദ്യമായിട്ടാണ് ഏട്ടൻ ഇത്രയും ദേഷ്യത്തോടെ തന്നെക്കുറിച്ച് പറഞ്ഞത്. അതും ഇവൾ കാരണം. പാർവണയെ നോക്കുന്നതോറും തൻ്റെ കണ്ണിൽ തീയെരിയുന്നുണ്ടെന്ന് അവൾക്ക് തോന്നി. ഷിക പെട്ടെന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് എഴുന്നൂറ്റി ഓടി. അയ്യോ, കഷ്ടായാലോ കണ്ണ. ആ കുട്ടിക്ക് നീ പറഞ്ഞ് നല്ലാണ്ട് വിഷമമായി തോന്നുന്നു. ശ്രീദേവി സങ്കടത്തോടെ ആദ്യം നോക്കി. സാരമില്ല വല്യമ്മേ, നിങ്ങളെല്ലാവരും കഴിക്കാൻ നോക്ക്. ഇതവൾ ചോദിച്ചു വാങ്ങിയതാണ്. ഇതിൻ്റെ പേരിൽ ഇവിടെ ആരും ഭക്ഷണം കഴിക്കാതിരിക്കേണ്ട കാര്യമില്ല. ആദ്യം ആജ്ഞാപിച്ചതും എല്ലാവരുടെയും കണ്ണുകൾ ഭക്ഷണത്തിലേക്ക് തിരിഞ്ഞു. അല്ലെങ്കിലും അങ്ങനെയാണ്. ആദ്യം എതിർക്കാൻ ആ വലിയ തറവാട്ടിൽ മുതിർന്നവർക്ക് പോലും കഴിഞ്ഞിരുന്നില്ല. അവൻ ഒരുപാട് ദേഷ്യപ്പെടുകയോ ബഹളം വെക്കുകയോ ചെയ്യുന്നത് കൊണ്ടായിരുന്നില്ല അത്. അവൻ്റെ കണ്ണിലെ തേജസ്സിന് മുതിർന്നവർ പോലും അടിമപ്പെട്ടു പോയിരുന്നു. ഇന്ദിരയുടെ മുഖത്ത് വല്ലാത്തൊരു കടുപ്പം നിറഞ്ഞിരുന്നു. പക്ഷേ അവരൊന്നും പറഞ്ഞില്ല. എന്താ നോക്കിയിരിക്കുന്നത്? കഴിക്ക്. ആദി പാർവണയുടെ കയ്യിൽ മൃദുവായി സ്പർശിച്ചു. എനിക്ക് അവൾ എന്തോ പറയാൻ ഭാവിച്ചു. ഈ ഒരു പ്രശ്നത്തിൻ്റെ പേരിൽ ഫുഡ് കഴിക്കാതിരിക്കല്ലേ പാർവണ? ഇതൊക്കെ നമ്മൾ പ്രതീക്ഷിച്ചതല്ലേ? പക്ഷേ ഷിക, അവൾ കഴിച്ചില്ലല്ലോ. പാർവണ ഒരു വല്ലായ്മയോട് പറഞ്ഞു. സാരമില്ല, അവൾക്ക് വേണ്ടാഞ്ഞിട്ടാവും. നീ കഴിക്കുക. ആദ്യം എതിർക്കാൻ കഴിയാതെ പാർവണ എന്തൊക്കെയോ നുള്ളിപ്പെറുക്കാൻ തുടങ്ങി. അവളുടെ വിശപ്പ് കെട്ടുപോയിരുന്നു. അത്രയൊക്കെ പറഞ്ഞെങ്കിലും ആദ്യമൊന്നും കഴിക്കുന്നില്ലത് അവൾ ശ്രദ്ധിച്ചു. അവൻ്റെ മുഖത്തൊരു ദുഃഖഭാവം നിറഞ്ഞിരുന്നു. ഷികയുടെ കാര്യം മാത്രമുള്ള വല്ലായ്മയാണതെന്ന് പാർവണയ്ക്ക് മനസ്സിലായി. ആദ്യം എഴുന്നേറ്റപ്പോൾ പതിയെ അവളും എഴുന്നേറ്റു. അവൾ അവൻ്റെ പാത്രത്തിലേക്ക് നോക്കി. എടുത്തു വെച്ച ആഹാരം അങ്ങനെ തന്നെ ഇരിക്കുന്നു. പാർവണയ്ക്ക് വിഷമം തോന്നി. അദ്ദേഹം ഒന്നും കഴിച്ചില്ലല്ലോ. ഷികയെ അത്രയേറെ അദ്ദേഹം സ്നേഹിക്കുന്നുണ്ട്, അതാവും. പക്ഷേ അവൾക്കത് മനസ്സിലാവുന്നില്ല. താനാണിപ്പോൾ അവൾക്കും അവളുടെ ഏട്ടനും ഇടയിലുള്ള കരട്. അവൾ മുറിയിലേക്ക് ചെന്നപ്പോൾ ആദ്യം പുറത്തേക്ക് പോകാനുള്ള ഒരുക്കത്തിലായിരുന്നു. ബ്ലാക്ക് കോട്ടും സ്യൂട്ടുമായി ഫോർമൽ ഡ്രസ്സിലായിരുന്നു അവൻ. ഞാനൊന്ന് ഓഫീസിൽ പോയി വരാം പാർവണ. കുറച്ച് അത്യാവശ്യങ്ങളുണ്ട്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിച്ചോളൂ. പിന്നെ നിനക്ക് ബോറടിക്കുകയാണെങ്കിൽ വല്യമ്മയും കൂട്ടിക്കൊണ്ട് ഇവിടേക്കൊന്ന് കണ്ടോളൂ. കാണാൻ ഒരുപാടുണ്ട് ഈ കൊട്ടാരത്തിൽ. പുറത്തേക്ക് എവിടെയെങ്കിലും പോകണമെങ്കിൽ ഡ്രൈവറുണ്ട്, പറഞ്ഞാൽ മതി, കൊണ്ടുപോകാം. ഞാൻ എവിടെ പോവാനാ? പാർവണിയുടെ നനുത്ത സ്വരത്തിലൊരു സങ്കടമുള്ളതുപോലെ ആദിക്ക് തോന്നി. അവൻ അവളെ പിടിച്ച് തന്നോട് ചേർത്തു. ഏയ് വിഷമിക്കേണ്ട, ഞാൻ വേഗം വരും. അതുവരെ എൻ്റെ തമ്പുരാട്ടി കൂട്ടി സന്തോഷത്തോടെ കൂടി ഇരിക്കണം. ഒന്നും കഴിച്ചില്ലല്ലോ. എനിക്ക് വലിയ വിശപ്പ് തോന്നിയില്ല. പിന്നെ നീ ഉച്ചയ്ക്ക് പട്ടിണി ഒന്നും ഇരിക്കരുത്. വല്യമ്മയോട് ഞാൻ പറഞ്ഞിട്ടേ പോകൂ. നിന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചേക്കാൻ. ബി ഹാപ്പി. പാർവണിയുടെ കവിളൊന്ന് പതിയെ തട്ടിയിട്ട് ആദ്യം പുറത്തേക്ക് ഇറങ്ങിപ്പോയി. അവൻ പോയപ്പോൾ അവൾക്ക് വലിയൊരു ശൂന്യത തോന്നി. എന്ത് ചെയ്യണമെന്നറിയാതെ അവൾ റൂമിൽ കുറേ നേരം നിന്നു. പിന്നെ വലിയ നടുത്തളവും കടന്ന് വെറുതെ നടന്നു. ആദ്യം പറഞ്ഞതുപോലെ ആ മണിമാളികയിലെ ആഡംബരങ്ങളെല്ലാം തന്നെ കണ്ണുകൾക്ക് ആശ്ചര്യമുണ്ടാക്കുന്നതായിരുന്നു. ചന്ദനത്തിലും തേക്കിലും ഈട്ടിയിലുമൊക്കെ കടഞ്ഞെടുത്ത ഇരിപ്പിടങ്ങളും ഷെൽഫുകളും കൗതുക വസ്തുക്കളുമെല്ലാം പാർവണ അത്ഭുതത്തോടെ നോക്കി. ഫ്ലോർ മൊത്തം വിലയേറിയ തടിയിലും ഗ്രാനൈറ്റിലുമായിരുന്നു പണിതിരുന്നത്. ഇവിടുന്ന് കുറച്ചു മാറി ആദിശേഷിൻ്റെ ഉടമസ്ഥയിൽ മറ്റൊരു കൊട്ടാരമുണ്ടെന്ന് അവൾ കേട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതുവരെ കണ്ടിട്ടില്ല. കുറച്ച് നടന്നപ്പോൾ അവൾ സ്വയം അറിയാതെ കിച്ചണിലാണ് എത്തിപ്പെട്ടത്. കിച്ചൺ എവിടെയാണെന്ന് അവൾക്ക് ആദ്യം മനസ്സിലായിരുന്നില്ല. ഒരുപാട് വിശാലമായ മുറിയായിരുന്നത്. ആധുനിക സൗകര്യങ്ങൾ എല്ലാം തന്നെയുണ്ട്. അതിൻ്റെ വൃത്തിയും തിളക്കവും കണ്ട് പാർവണ അത്ഭുതപ്പെട്ടു. ഫ്ലോറെല്ലാം കണ്ണാടിച്ചില് പോലെ മിന്നുന്നു. അവിടെ 4-5 സ്ത്രീകൾ ഇരുന്ന് പച്ചക്കറികൾ അരിയുകയും കറികൾ കാലമാക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. കയ്യിൽ പായസം എടുത്ത് രുചിച്ച് നോക്കിയത് ജോലിക്കാർക്ക് നിർദ്ദേശം കൊടുക്കുന്ന ശ്രീദേവിയെ കണ്ട് അവളൊരു പുഞ്ചിരിയോടെ അങ്ങോട്ട് ചെന്നു. വല്യമ്മേ,
ആ മോളോ എന്തിനാ ഇങ്ങോട്ട് വന്നത്? വിശപ്പായോ? ഇല്ല വല്യമ്മേ, ഇപ്പോൾ കഴിച്ചതല്ലേ ഉള്ളൂ. മുറിയിൽ വെറുതെ ഇരുന്ന് ബോറടിച്ചപ്പോൾ ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയതാ. അടുക്കള കണ്ടുപിടിക്കാൻ പാടുപെട്ടു. അത് മോളിവിടെ ആദ്യമല്ലേ, അതാ. ശ്രീദേവി പുഞ്ചിരിച്ചു. ഷികയുടെ കാര്യം എന്തായി വല്യമ്മേ? ആ കോട്ടി ഇപ്പോഴും പിണക്കത്തിലാണോ? മുറി അടച്ചിട്ട് കിടക്കുകയാണ്. ആര് വിളിച്ചിട്ടും തുറന്നില്ല. ഞങ്ങളോട് എല്ലാവരോടും ചൂടായി. ഇനി ആദ്യം തന്നെ പിണക്കം മാറ്റട്ടെ. ഞാനൊന്ന് ചെയ്ത് സംസാരിച്ചാലോ അവളോട്? വേണ്ട മോളെ, ഷികയുടെ സ്വഭാവം മോൾക്ക് അറിയാഞ്ഞിട്ടാ. അവൾ എങ്ങനെ പ്രതികരിക്കുമെന്ന് പറയാൻ പറ്റില്ല. മോൾക്ക് പിന്നെ അത് വലിയൊരു വിഷമമാവും. എന്തായാലും ആദ്യം വരട്ടെ, എന്നിട്ട് തീരുമാനിക്കാം. പാർവണ ഒരു വല്ലായ്മയുടെ തല കുലുക്കി. ഞാൻ എന്താ ചെയ്യേണ്ടത് വല്യമ്മേ? എന്തു ചെയ്യാൻ? ശ്രീദേവി അവളെ അതിശയത്തോടെ നോക്കി. അല്ല, ഏത് കറിയെ കാലം അയക്കേണ്ടതെന്ന് വെച്ചാൽ പറഞ്ഞാൽ മതി. പായസം വെക്കണോ? അതും ചെയ്യാം. മോൾക്ക് ഇതൊക്കെ അറിയോ? ആ അറിയാലോ. എൻ്റെ ഇല്ലത്ത് ഇതെല്ലാം ഞാനല്ലേ ചെയ്തുകൊണ്ടിരുന്നത്. എന്തായാലും ഇവിടെ അത് വേണ്ട കേട്ടോ. ആദ്യം അറിഞ്ഞാൽ ഇഷ്ടപ്പെടില്ല. ഇവിടെ എല്ലാം ചെയ്യാൻ ആളുണ്ട്. പക്ഷേ അദ്ദേഹത്തിന് എൻ്റെ കൈകൊണ്ട് എന്തെങ്കിലും വെച്ചുണ്ടാക്കി കൊടുക്കണമെന്ന് എനിക്ക് വലിയ ആഗ്രഹമുണ്ട് വല്യമ്മേ. ശ്രീദേവി അവളെ നോക്കി വാത്സല്യത്തോടെ പുഞ്ചിരിച്ചു. അതിനൊക്കെ ഇനിയും സമയമുണ്ടല്ലോ. ഇപ്പോൾ നിങ്ങളുടെ വിവാഹം കഴിഞ്ഞതല്ലേ ഉള്ളൂ. ഇപ്പോൾ എന്തായാലും മോൾ അടുക്കളയിൽ കയറണ്ട. പിന്നെ മോള് നല്ല കുട്ടിയാ, അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ തോന്നുന്നത്. ഇപ്പോഴത്തെ പെൺകുട്ടികൾക്ക് ഇതൊന്നും ഇഷ്ടമല്ലല്ലോ. ഇവിടെ ഷികയും മറ്റുള്ളവരും ഒന്നും അടുക്കളയിലോട്ട് തിരിഞ്ഞു നോക്കാറില്ല. അവർക്കൊന്നും താല്പര്യമില്ല. കാര്യമല്ല, മോൾക്ക് പാചകം പ്രശ്നമില്ലെങ്കിൽ ഭർത്താവിന് എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കണമെന്ന ആഗ്രഹം തോന്നിയാൽ എപ്പോഴെങ്കിലും കയറിക്കോളൂ, കുഴപ്പമില്ല. പക്ഷെ ഇന്ന് വേണ്ട. അവർ അവളുടെ ശിരസിൽ തഴുകി. ആ വാത്സല്യം കണ്ടപ്പോൾ അവൾക്ക് മനസ്സിനൊരു കുളിർമ തോന്നി. കുറേ നേരം പാർവണ ശ്രീദേവിയുമായി ഓരോ വിഷയങ്ങൾ സംസാരിച്ചു നിന്നു. പിന്നെ മുറിയിലേക്ക് പോന്നു. അവൾക്ക് ആദ്യം വല്ലാതെ മിസ് ചെയ്യുന്നുണ്ടായിരുന്നു. അറിയാം, ഒരുപാട് തിരക്കുള്ള ആളാണ്. തൻ്റെ കൂടെ എപ്പോഴും ഇരിക്കാനൊന്നും പറ്റിയെന്ന് വരില്ല. എന്നാലും എന്തോ ഒരു സങ്കടം. ഒന്ന് വിളിച്ചാലോ? ആൾക്ക് ദേഷ്യമാകുമോ? ഇതുവരെ തന്നോട് ദേഷ്യപ്പെട്ടിട്ടില്ല. പക്ഷേ എന്തെങ്കിലും തിരക്കിലാണെങ്കിലോ? താൻ ബുദ്ധിമുട്ടിച്ചെന്ന് തോന്നുമോ? അവൾ ഓരോന്ന് ചിന്തിച്ചിരിക്കുമ്പോഴാണ് ആദിയുടെ കോൾ വന്നത്. മൊബൈലിൽ ആ നമ്പർ തെളിഞ്ഞതും അവൾ സന്തോഷം കൊണ്ട് വീർപ്പ് കൂട്ടി. വേഗം പച്ചബട്ടൺ അമർത്തി ചെവിയിൽ വെച്ചു. ഹലോ പാർവണക്കുട്ടി, എന്തു ചെയ്യുന്നു? അവൻ്റെ കാതരമായ ശബ്ദം കേട്ടു. വേറെന്ത് ചെയ്യാനാ? ഈ ഗന്ധർവനെ കുറിച്ച് ആലോചിച്ചിരിക്കുകയായിരുന്നു. അപ്പുറത്തുനിന്ന് അവൻ്റെ പൊട്ടിച്ചിരി കേട്ടു. ഞാൻ എവിടെ പോകാനാ പാറുക്കുട്ടി? ഞാൻ നിന്റെ മാത്രം ഗന്ധർവനല്ലേ? ഞാൻ ഓടിയങ്ങ് വരില്ലേ എൻ്റെ പെണ്ണിനെ കാണാൻ? പിന്നെ രാത്രി ഞാൻ ഗന്ധർവനാണെന്ന് വിചാരിച്ച് വലിയ വെയിറ്റൊക്കെ ഇട്ട് വരുമ്പോൾ വല്യമ്മയുടെ കൂടെ കിടന്നോളാം എന്നൊന്നും പറഞ്ഞു കളയരുത്. അവൻ്റെ സംസാരം കേട്ട് പാർവണയ്ക്ക് ചിരി വന്നു. പാറുക്കുട്ടി ഫുഡ് കഴിച്ചോ? ഇല്ല, 11:30 കഴിഞ്ഞതല്ലേ ഉള്ളൂ. ആ അത് ശരിയാ. അങ്ങനെയാണെങ്കിൽ ഉച്ചയ്ക്ക് നമുക്ക് ഒരുമിച്ച് ഫുഡ് കഴിക്കാം. ഞാൻ വേഗം വരാട്ടോ. ആദ്യം അങ്ങനെ പറഞ്ഞതും പാർവണയ്ക്ക് സന്തോഷമായി.